ഞാൻ ഡോക്ടർ വിനീത വർഗീസ്, അമൃത ഹോസ്പിറ്റലിലെ ഡെർമറ്റോളജി വിഭാഗം പ്രൊഫസറാണ്. ഇത് വേനൽക്കാലമാണല്ലോ. വേനൽക്കാലത്ത് പല ചർമ്മരോഗങ്ങളും നമുക്ക് ബുദ്ധിമുട്ടുണ്ടാക്കും. പ്രത്യേകിച്ചും ചർമ്മരോഗങ്ങളിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത് നമ്മൾ പ്രിക്ലി ഹീറ്റ് അല്ലെങ്കിൽ മിലേറിയ എന്നൊക്കെ ഞങ്ങൾ പറയും. എന്താണ് പ്രിക്ലി ഹീറ്റ്? നമുക്ക് നല്ലോണം വേർക്കും. ഈ കാലാവസ്ഥയിൽ നല്ലോണം വേർക്കുമ്പോൾ നമ്മുടെ സ്കിന്നിൽ വേർപ്പ് കെട്ടി നിന്നിട്ട് നമ്മുടെ ഹെയർ ഫോളിക്കിൾസ് അല്ലെങ്കിൽ രോമകൂപങ്ങൾ അടയുക. അതിൻ്റെ ഭാഗമായിട്ട് ഈ സ്വെറ്റ് ഗ്ലാൻസും സ്വെറ്റ് ഡക്റ്റും, അതായത് സ്വെറ്റ് ഗ്ലാൻസിന് ഒരു ഓപ്പണിംഗ് ഉണ്ടല്ലോ, അതൊക്കെ അടഞ്ഞിട്ട് സ്കിന്നിൽ കുരു പോലെ പൊങ്ങി വരുന്നതാണ് ഈ പ്രിക്ലി ഹീറ്റ് അല്ലെങ്കിൽ മിലേറിയ എന്ന് പറയുന്നത്. അത് നല്ല ചൊറിച്ചിലുണ്ടാക്കും. നല്ലോണം ചൊറിഞ്ഞു കഴിയുമ്പോൾ ചിലരുടെ ദേഹത്ത് ചുമന്ന് തടിച്ചു വരികയും പൊട്ടുകയൊക്കെ ചെയ്യും. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളപ്പം നല്ലോണം സ്കിൻ റാഷ്, അലർജി പോലെയൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. ഇതിനൊരു പ്രിവെൻഷനായിട്ട് പലപ്പോഴും നമുക്ക് തണുത്ത വെള്ളം ദേഹത്ത് പിടിക്കുക, കോൾഡ് കംപ്രസ്സസ്, തുണിയെ മുക്കി തണുത്ത വെള്ളം പിടിക്കുക, പിന്നെ ലൂസായിട്ടുള്ള കോട്ടൺ ഡ്രസ്സ് ഇടുക, ഒരുപാട് നേരം ശരീരത്തിൽ വേർപ്പ് കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കുക. ഇതൊക്കെ ചെയ്യാം. അല്ലാണ്ട് നല്ല റാഷ് ഉള്ളവർ ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുക. രണ്ടാമത്തെ ഒരു പ്രധാന പ്രശ്നം നമുക്ക് എല്ലാവർക്കും അറിയാം, ബോയിൽസ് അല്ലെങ്കിൽ ചൂടുകുരു എന്നൊക്കെ പറയുന്നത്. അതായത് ഈ രോമകൂപത്തിൽ തന്നെ ചിലപ്പോൾ സ്കിന്ന് കുരു പോലെ ആവുക, ഇൻഫെക്ഷൻ പോലെ ആവുക. അതിനെ ഫോളിക്കുലൈറ്റിസ് എന്നൊക്കെ പറയും. പിന്നെ നല്ല കുരു വന്ന് സ്കിന്നിന് ചുറ്റും, രോമകൂപത്തിന് ചുറ്റും സ്കിന്നും കൂടെ തടിച്ചു വരുന്നതിന് ഫറങ്കിൾസ് അല്ലെങ്കിൽ വലിയ ബോയിൽസ് ഒക്കെ ഉണ്ടാവാം. ചെറിയ കുട്ടികൾക്കൊക്കെ ആണെങ്കിൽ ഈ സ്വെറ്റ് ഡക്റ്റിൻ്റെ അവിടെ ബ്ലോക്ക് വന്നിട്ട് പെരിപോറൈറ്റിസ് എന്നൊക്കെ പറഞ്ഞ ഇൻഫെക്ഷൻ വരും. ഇതൊക്കെ ബാക്ടീരിയൽ ഇൻഫെക്ഷൻസ് ആണ്. ഇത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഡോക്ടറെ കണ്ട് ട്രീറ്റ്മെൻറ്റ് എടുക്കുന്നതാണ് നല്ലത്. പിന്നെ അടുത്ത ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് വേർപ്പ് തങ്ങി നിന്നിട്ട്, പ്രത്യേകിച്ച് നമ്മൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ വർക്കിലാണ് അല്ലെങ്കിൽ ടൈറ്റ് ആയിട്ടുള്ള ക്ലോത്തിങ് ഇടുകയാണെങ്കിൽ മടക്കുകളിൽ, ആംപിറ്റ്സിൽ, തൈസിൻ്റെ അവിടെയൊക്കെ ചൊറിഞ്ഞിട്ട് ചുമന്ന പാടുകൾ വരെ. ഇത് ഫംഗൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ കോമൺലി റിംഗ് വേം എന്ന് പറയും. ഇത് കാണുന്നത് എന്ന് വെച്ചാൽ ചുമന്ന റൗണ്ട് റിംഗ് പോലത്തെ പാടുകളായിട്ടാണ് കാണുന്നത്. വേർപ്പ് തങ്ങി നിൽക്കുന്ന ഭാഗത്ത് ഇത് വളരെ കൂടുതൽ വരും. ഇത് ഏർലി ട്രീറ്റ്മെൻറ്റ് എടുത്തില്ലെങ്കിൽ ദേഹത്ത് മൊത്തം പടരുകയും ഒരാൾക്ക് വന്നു കഴിഞ്ഞാൽ വീട്ടിലുള്ള മറ്റ് മെമ്പേഴ്സിന് ഇത് വരാനും ഒക്കെ ഉള്ള, ഒരാളിൽ നിന്ന് ഒരാൾക്ക് പടരാനും ഉള്ള സാധ്യതയുള്ള ഒരു ഇൻഫെക്ഷനാണ്. പിന്നെ ഫംഗൽ ഇൻഫെക്ഷൻ പലപ്പോഴും നമുക്ക് പെട്ടെന്നൊരു ഇമ്മീഡിയറ്റ് മെഷറായിട്ട് ഒരു ഫസ്റ്റ് എയ്ഡ് പോലെ ആൾക്കാർ ഫാർമസി പോയി അല്ലെങ്കിൽ മെഡിക്കൽ ഷോപ്പിൽ പോയി പെട്ടെന്ന് എന്തെങ്കിലും മരുന്ന്, അതൊക്കെ കൂടുതലും ട്രിപ്പിൾ കോമ്പിനേഷൻസ് ആയിരിക്കും. ഫംഗലും സ്റ്റീറോയിഡും ആൻറ്റിബാക്ടീരിയ എല്ലാം കൂടെ ഉള്ള ഒരു ട്രിപ്പിൾ കോമ്പിനേഷൻ, നമ്മുടെ ഇപ്പോഴത്തെ ഭാഷയിൽ ഇറാഷണൽ കോമ്പിനേഷൻ ഓഫ് മെഡിസിൻസ് ഉപയോഗിക്കുന്നു. അപ്പോൾ അങ്ങനെ സ്റ്റിറോയിഡ് ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൻ്റെ അപ്പോഴത്തെ ചൊറിച്ചിലും ചുമപ്പൊക്കെ മാറും. പക്ഷേ പിന്നെയും അത് കുറച്ച് കഴിയുമ്പോൾ കൂടാനും വ്യാപിക്കാനും ഒക്കെ സാധ്യതയുണ്ട്. അതേപോലെ നമ്മൾ ഒരുപാട് നാൾ സ്റ്റീറോയിഡ് സ്കിന്നിൻ്റെ മടക്കുകളിലൊക്കെ ഉപയോഗിക്കുമ്പോൾ അവിടുത്തെ സ്കിന്നിൻ്റെ കട്ടി കുറയും. നമ്മുടെ ഫംഗൽ ഇൻഫെക്ഷൻസ് റെസിസ്റ്റൻസ് വരിക എന്ന് പറയും. അസുഖത്തിന് റെസിസ്റ്റൻസ് ഉണ്ടാകുമെന്ന് വെച്ചാൽ സാധാരണ കോഴ്സ് ഓഫ് മെഡിസിൻസ് അതിനെ ഏൽക്കാതെ വരും. അപ്പം 2 ആഴ്ചത്തേക്കുള്ള മരുന്നാണ് നമ്മുടെ പ്രിസ്ക്രൈബ് ഡ്യൂറേഷൻ എങ്കിൽ ഇങ്ങനെയുള്ളവർക്ക് 3-4 മാസമൊക്കെ മരുന്ന് കൊടുത്താലേ ഇത് കുറഞ്ഞു വരികയുള്ളൂ. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള പ്രോബ്ലംസും വരും. അതുകൊണ്ട് ഫംഗൽ ഇൻഫെക്ഷൻ ഉള്ളവർ ഡെർമറ്റോളജിസ്റ്റിനെ തന്നെ കണ്ട് പ്രിസ്ക്രൈബ്ഡ് ഡ്യൂറേഷൻ, ചിലപ്പോൾ 1 മാസം എടുക്കേണ്ടി വരും, ചിലപ്പോൾ 2 മാസം എടുക്കേണ്ടി വരും. അത് ആൾക്കാർ തമ്മിൽ വ്യത്യാസമുണ്ട്. പറയുന്ന മെഡിസിൻസ് കറക്റ്റായിട്ട് എടുക്കുക. സ്റ്റീറോയിഡ് അടങ്ങിയ മെഡിസിൻസ് പെട്ടെന്ന് ഒരു ഫസ്റ്റ് എയ്ഡിനും ഷോർട്ട് കട്ടിനും വാങ്ങിച്ച് ഉപയോഗിക്കാതിരിക്കുക.